എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ITI കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു. വിദ്യാർത്ഥികൾക്ക് ജൂലൈ 12 വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ 72 ട്രേഡുകളിലായിട്ട്, ട്രേഡ് എന്ന് പറഞ്ഞാൽ കോഴ്സുകളാണ്. അപ്പോൾ 104 ഗവൺമെൻറ് ITIകളിലാണ് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് സാധിക്കുക. 104 ITIകളിലേക്ക് അപേക്ഷ നൽകാനുള്ള അവസരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു അപേക്ഷ മാത്രമേ നിങ്ങൾ ഈ ഒരു 104 ITIകളിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ട് നൽകേണ്ടതുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ട്രേഡുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു അപേക്ഷ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ ഒരു ജൂലൈ 12 വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 15 അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് 12 വരെ അപേക്ഷ നൽകാനും ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ വല്ല തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരം ഈ ഒരു വെരിഫിക്കേഷൻ ഡേറ്റ് വരെയാണ്. അപ്പോൾ വെരിഫിക്കേഷൻ ചെയ്ത അപേക്ഷകൾ പിന്നീട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഗവൺമെൻറ് ITIകളിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ അതായത് ആപ്ലിക്കേഷൻ നൽകിയ ശേഷം ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ടും അതുപോലെ നിങ്ങളുടെ അതിൽ നൽകിയുള്ള ഡോക്യുമെൻറ്റുകളും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പോയിട്ട് വെരിഫൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള ഏതൊരു വിധത്തിൽ എഡിറ്റും ചെയ്യാനുള്ള ഒരു അവസരമുണ്ടാവും. വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വിദ്യാർത്ഥികൾക്ക് ആ ഒരു രീതിയിൽ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരു ട്രേഡുകളിലേക്ക് വേണമെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്തുള്ള അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ ഒരു അപേക്ഷ സമർപ്പിക്കാം. വിദ്യാർത്ഥികൾക്ക് അടുത്തുള്ള അക്ഷയ വഴി അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് അക്ഷയയിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ലിങ്ക് ഈ ഒരു പേജിൽ നൽകിയിട്ടുണ്ട്. ആ ഒരു ഹൗ ടു അപ്ലൈ എന്നുള്ളത് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ യൂസർ മാനുവൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ പ്രോസ്പെക്ടസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഓൾറെഡി ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്തത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും എങ്ങനെ ഈ ഒരു സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കണം, അതിനുള്ള അതായത് അപേക്ഷ നൽകാനുള്ള ആ ഒരു സഹായിയാണിത്. ആദ്യം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ പിന്നീട് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ അതുപോലെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കണം, കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്, മറ്റു ഡീറ്റെയിൽസുകൾ, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യണം, സെൽഫ് ഡിക്ലറേഷൻ ചെയ്യണം. അതിനുശേഷം ITI ആൻഡ് ട്രേഡുകൾ നിങ്ങൾക്ക് നൽകണം. അതായത് ഏതൊക്കെ ITIകളിൽ ഏതൊക്കെ കോഴ്സുകൾക്കാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള ഓപ്ഷൻ നൽകണം. അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. എടുത്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആയതും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തൊട്ടടുത്തുള്ള ഏതെങ്കിലും ITIകളിൽ പോയിക്കൊണ്ട് അപേക്ഷ വെരിഫിക്കേഷൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വെരിഫിക്കേഷന് മുമ്പായിട്ട് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിൽ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് 100 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ ഇതുവരെ നൽകാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അപേക്ഷ ഓൺലൈനായിട്ട് നൽകേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അപേക്ഷിക്കാം. നിങ്ങൾക്കൊരു ഇമെയിൽ നമ്പറും അതുപോലെ തന്നെ നിങ്ങൾക്ക് അതായത് ഇമെയിൽ IDയും അതുപോലെ നിങ്ങൾക്ക് ഒരു മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ മൊബൈൽ നമ്പർ കൂടി ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് അത് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ജൂലൈ 12 ഈ ഒരു അപേക്ഷ നൽകുകയും വെരിഫിക്കേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഈ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് എഡിറ്റൊക്കെ ചെയ്ത ശേഷം ഈ ഒരു ജൂലൈ 15 നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. വെരിഫൈ ചെയ്യാത്ത അപേക്ഷകൾ ഈ ഒരു അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതായിരിക്കില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാനായിട്ട് ഏത് ആപ്ലിക്കേഷൻ നമ്പറാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഒരു വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ എന്താണ്, എങ്ങനെ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അതിനായിട്ട് ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ യൂസർ ID കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു എൻ്റർ പാസ്വേഡ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ക്യാപ്ച എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗവൺമെൻറ് ITIs ഇൻ കേരളത്തിലെ ITIകളുടെ ഡീറ്റെയിൽസ് കാണാം. അതൊരു ഫോർഗോട്ട് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ലഭ്യമായിരിക്കും. നിങ്ങളുടെ യൂസർ IDയും അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ഇമെയിൽ ID നൽകി നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള, അതായത് പുതിയ പാസ്വേഡ് നൽകാനുള്ള ആ ഒരു ലിങ്ക് ഈ ഒരു ഭാഗത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.